ഹലോ, അബാനിയല്ലേ? അതെ. ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടു. ആരാ? WCPOന്റെ സമരം എന്ന് പറയുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ വക ഉണ്ടാക്കിയതാണെന്ന്, ആ, കെട്ടിച്ചമച്ചാണെന്ന്. ഇതാരാ കൊടുത്തേ? അതെ. ആരാ കൊടുത്തതെന്നൊക്കെ അറിയുന്ന എന്തിനാ? വാർത്ത വന്നത് കണ്ടാ പോരെ? തെണ്ടിത്തരം എഴുതി വെക്കരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് 18 ദിവസം അവിടെ മഴയും വെയിലും കൊണ്ട് കിടന്ന സമരം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരായിട്ട് കെട്ടിച്ചമച്ചത്? അല്ലാതെ നിങ്ങൾ പറയുന്നതല്ലേ, നമുക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ കൊടുക്കുന്ന നിങ്ങൾക്ക് വാർത്ത. കിട്ടിയ വിവരം മണ്ടത്തരം എഴുതി വെക്കാനുള്ളതല്ല പത്രം. നിങ്ങൾക്ക് മണ്ടത്തരം എഴുതി വെക്കാനുള്ളതല്ല പത്രം. സമരം ചെയ്ത ഞങ്ങൾ ആൾക്കാരാണോ? കഷ്ടപ്പെട്ട് ചെയ്ത സമരാണത്. നിങ്ങൾക്ക് മണ്ടത്തരം എഴുതി വെക്കാനുള്ളതല്ല നിങ്ങളെ പത്രം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ സമരം ചെയ്തവർ അങ്ങനെയല്ലേ പറയുക, അതല്ലാന്ന് പറയുക. നാണം വേണോടോ, കുറച്ച് നാണം വേണം. കുറച്ച് മനുഷ്യത്വമുള്ള ആൾക്കാർ അവിടെ സമരപ്പന്തലിൽ വന്നു വെച്ചിട്ട് ഞങ്ങൾ അത് കോൺഗ്രസ് കെട്ടിച്ചമച്ച സമരം എന്ന് പറയരുത്. കുറച്ച് ഉളുപ്പ് വേണോടോ. ദേശാഭിമാനിയുടെ പേര് കളയലോടോ നീയൊക്കെ കൂടിയിട്ട്. നാണം വേണം കുറച്ച് നിനക്കൊക്കെ. കോൺഗ്രസ്സുകാര് സമരത്തിന് വന്ന എന്തിനാ അത്? രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വന്നതല്ലേ? നിന്നെപ്പോലെ ഇല്ല CPM-കാര്, ഒരു മനുഷ്യൻ, ഒരു DYFI-കാരനോ ഒരു SFI-കാരനോ ഒരു മന്ത്രിയോ ഒരു MLA തിരിഞ്ഞു നോക്കാത്ത സമരപന്തലിലേക്ക് മനുഷ്യത്വത്തിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ വന്നത് അത് കോൺഗ്രസ് കെട്ടിച്ചമച്ച സമരം. നിനക്ക് നാണം വേണം കുറച്ച്. നീയാണോടാ എഴുതിയത്? നിങ്ങൾ അവിടെ കോൺഗ്രസ് നേതാവ് അവിടെ പറഞ്ഞതോ? നിങ്ങളെ 10 മാസം അത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പറയണം. അല്ലാണ്ട് ഞങ്ങളെ വാർത്തയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പൊന്നുമോനെ ഞാനൊക്കെ മാന്യമായിട്ട് നിന്നോട് ഇനി മാന്യമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിന്നോട് ഇനി മാന്യമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിന്നോട് മാന്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്താ? നീ അല്ല, നീ എന്ന് പറയുന്ന ആരോടെന്ന് പറഞ്ഞു നിന്നോട് തന്നെയാ സംസാരിക്കുന്നത്. ആളാരാണെന്ന് നിനക്കറിയോ? ആളെ പേര് പോലും അറിയില്ല. അങ്ങനെ നീ കിരണാണെന്ന് കൃത്യമായിട്ട് അറിയാം. നീ അത് വിട്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതി വാർത്ത വരുമ്പോ നിങ്ങൾ ഫോൺ വിളിച്ച് തെറി വിളിക്കും. എടാ മോനെ, അത് ഇഷ്ടമല്ലാത്ത രീതിയിലല്ല, കള്ളത്തരം എഴുതി വെക്കാനല്ല ദേശാഭിമാനി എന്ന് പറയുന്ന സാധനം. പാർട്ടി പത്രമാണ്. നിന്നെ പോലെ ഇല്ല ആൾക്കാർക്ക് കള്ളത്തരം എഴുതി വെക്കാനില്ലതല്ലടോ പാർട്ടി പത്രം. നിനക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് കള്ളത്തരാണ്. നുണ എഴുതി വെക്കാനുള്ള പത്രമല്ല ദേശാഭിമാനി എന്ന് പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം. അല്ലാണ്ട് നിന്നെ പോലെ ഇല്ല ആൾക്കാർക്ക് നുണ എഴുതി വെക്കല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് 18 ദിവസം അവിടെ വെയിലത്തും മഴ. നീ ഒന്ന് വന്ന് കാണണമായിരുന്നടാ ഞങ്ങൾ അങ്ങനെ അവിടെ കിടന്നത്. നീ ഒന്ന് വന്ന് കാണണമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ സമരപന്തലില് ഒരു വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു അതാണ്. ഇടക്ക് മര്യാദക്കൊന്നും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ വേണോടാ. നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ വേണം. അങ്ങനെയാണ് നീ ഈ റാങ്ക് മാത്രമല്ല കേരളത്തിലുള്ളത്, വേറെ ഒരുപാട് റാങ്ക് ലിസ്റ്റുകാരുണ്ട്. അവരെല്ലാം സമരം ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കേസിന് പോകും ഉറപ്പായിട്ടും. എഴുതി വെച്ചാൽ ഞങ്ങൾ എന്തായാലും കേസിന് പോകും. കേട്ടല്ലോ? എന്തായാലും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനമില്ല. എനിക്കൊന്ന് നീ പാർട്ടിയിൽ കൊടിയും പിടിച്ചിട്ടേ ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്കുള്ളൂ. ഒരു പത്രപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടോ ആദ്യം? അവിടെ ഫോണും പിടിച്ചിരുന്നിട്ട് നുണ എഴുതാനും നുണ പറയാനും മാത്രം പഠിച്ചാൽ പോരാ നിന്നെ പോലെ ഇല്ല ആൾക്കാര്. രാവിലെ തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് നീ ചെയ്ത് സംസ്കാരമാണ്. ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും പോലീസ് ഡിസിപ്ലിൻ ഇപ്പൊ കണ്ടു നിന്റെ പത്രത്തിൽ. നിന്റെ ഡിസിപ്ലിൻ ഇപ്പൊ കണ്ടിട്ടുണ്ട്. നീയൊക്കെ എത്ര കാലം ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലാന്നോ? ജനങ്ങൾ അറിയുന്നില്ലാന്നോ? ഒരു പത്രം കൊണ്ട് വന്നേക്കാവൻ ദേശാഭിമാനി. ഇനി മേലിൽ നീ ഞങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതിയ ആൾക്കാരെ കൊണ്ട് തന്നെ ഞങ്ങൾ മാപ്പ് ആ പത്രത്തിൽ എഴുതിപ്പിക്കും. നീ എഴുതി വെച്ചോ. ഇത് കള്ളത്തരം എഴുതാൻ വേണ്ടിട്ട് ഒരു പത്രം എഴുതി വന്നേക്കുവാൻ. കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും അവിടെ കണ്ണ് ഏതെങ്കിലും പാർട്ടി. എന്റെ മോനെ, ഡിസിപ്ലിൻ, നിന്റെ ഡിസിപ്ലിൻ ഞാനിപ്പോ കണ്ട്. നിന്റെ പത്രത്തിൽ നീയല്ലല്ലോ. ശരി സാർ, ഓച്ചാനിച്ച് നിൽക്കാം സാർ. നിന്നെ പോലെ പോടാ അവിടുന്ന്.